ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിൻ്റെ ഒരു ചെറിയ ചിന്തയാകട്ടെ ഈ പ്രഭാതത്തിൻ്റെ സന്ദേശം. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: എ ഡോർ ഈസ് മച്ച് സ്മാളർ കമ്പയർഡ് ടു ദി ഹൗസ്, എ ലോക്ക് as smaller compared to the door, and a key is the smallest of all, but a key can open an entire house. Thus a small thoughtful solution can solve major problems. ഒരു വീടിനെ താരതമ്യപ്പെടുത്തുമ്പോൾ വാതിൽ വളരെ ചെറുതാണ്. വാതിലിനെ താരതമ്യപ്പെടുത്തുമ്പോൾ താക്കോൽ അതിലും ചെറുതാണ്. എന്നാൽ ഈ ഏറ്റവും ചെറിയ താക്കോലിന് കഴിയും വലിയ വീട് തുറക്കുവാനും. അങ്ങനെ ഏറ്റവും ചെറിയ ചിന്താദീപ്തമായിരിക്കും ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. എത്ര മനോഹരവും ശ്രേഷ്ഠകരവുമായ ചിന്തയാണ് ആ മഹാത്മാവിൻ്റേത്. ഏറ്റവും ചെറുതും അത്രയധികം ശ്രദ്ധയിൽപ്പെടാത്തതുമായ കാര്യങ്ങൾക്ക് അഥവാ വസ്തുതകൾക്ക് വലിയ വലിയ വിഷയങ്ങൾ അഥവാ പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ കഴിവുണ്ട്. നാം നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിസ്സാരം എന്ന് പരിഗണിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഏറ്റവും പ്രയോജനകരമായി രൂപപ്പെടാറുണ്ട്. വലിയ പാറക്കൂട്ടത്തിൽ വളർന്നു നിൽക്കുന്ന ചെറിയ സസ്യങ്ങൾ നാം കണ്ടിട്ടില്ലേ? ആ സസ്യങ്ങൾ കാഴ്ചയിൽ എത്ര ബലഹീനമാണ്, എത്രമാത്രം നിസ്സാരമാണ്. എന്നാൽ അവയുടെ മൃദുലമായ വേരുകൾ ആ പാറയുടെ കാഠിന്യത്തിലേക്ക് ആഴ്ന്നിറങ്ങി ആ പാറയിൽ നിന്നും വെള്ളം സ്വീകരിച്ച് ആ ചെടിയെ വളർത്തുകയാണ്. ഇസ്രായേൽ രാജാവായിരുന്ന ദാവീദിനും ഇത്തരത്തിലൊരു കഥ പറയാനുണ്ട്. സഹോദരങ്ങൾ 3 പേർ ശൗലിൻ്റെ പട്ടാള സേവയിൽ, മറ്റു 4 പേർ പിതാവായി ഈശായി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവർ. അവർ 7 പേരെയും ശമൂവേൽ പ്രവാചകൻ്റെ മുമ്പിൽ ഈശായി നിരത്തി നിർത്തി. എന്നാൽ അവരിൽ ആരും രാജാവാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്ന സത്യം പ്രവാചകൻ തിരിച്ചറിഞ്ഞു. നിന്റെ പുത്രന്മാർ എല്ലാവരും ആയോ എന്ന് പ്രവാചകൻ ചോദിക്കുന്നു. ഇനിയും ഒരുവനുണ്ട്, അവൻ ഇളയവനാണ്, അവൻ ആടിനെ മേയ്ക്കുവാൻ വയലിൽ പോയിരിക്കുന്നു എന്നും ഈശായി അറിയിച്ചു. ഉടൻ ഈശായി ആളയച്ച് അവനെ വരുത്തി. അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായ ഒരു ബാലനായിരുന്നു. ശമൂവേൽ അവനെ ദൂരെ വെച്ച് തന്നെ കണ്ട മാത്രയിൽ തൈലക്കൊമ്പ് എടുത്ത് അവനെ അഭിഷേകം ചെയ്തു. ഉടൻ ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിൽ വന്നു നിറഞ്ഞു. ഈ കഥ 1 ശമൂവേൽ 16-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ഏറ്റവും ചെറിയവനെന്ന് പിതാവ് ഗണിച്ചിരുന്ന മകൻ ആ രാജ്യം ഭരിക്കുവാൻ പ്രാപ്തിയുള്ള മഹാരാജാവായി ദൈവം ഉയർത്തി എന്ന വലിയ സത്യം നാം മറന്നു പോകരുത്. നാം പലപ്പോഴും നിസ്സാരം എന്ന് കരുതുന്ന പലതും പിന്നീട് നമ്മുടെ ഓരോരുത്തരുടെയും ഭാവി ജീവിതത്തിൽ ഗുണകരവും പ്രയോജനകരവുമായി രൂപപ്പെടാറുണ്ട്. ആയതിനാൽ ഓർക്കുക സഹോദരങ്ങളെ, ഒന്നിനെയും നിസ്സാരമെന്നോ ചെറുതെന്നോ ഗണിക്കരുത്. ദൈവസൃഷ്ടിയായ സർവത്തിനും അതിൻ്റേതായ മഹത്വവും പ്രാധാന്യവുമുണ്ട്. അത് തിരിച്ചറിഞ്ഞ് അതിനെ പരിഗണനയ്ക്ക് വിധേയപ്പെടുത്തുമ്പോഴാണ് നമ്മിലെ യഥാർത്ഥ മനുഷ്യത്വം, ദൈവികത എന്നിവ വെളിപ്പെട്ടു വരുന്നത്. നാം ഇന്ന് നിസ്സാരം എന്ന് പരിഗണിക്കുന്ന സകലതും നാളെ നമ്മുടെ ജീവിതത്തിൽ അതിശ്രേഷ്ഠമായി വന്നു ഭവിക്കും. മനുഷ്യ ദൃഷ്ടിയിൽ നിന്ദ്യം, ദൈവ ദൃഷ്ടിയിൽ ശ്രേഷ്ഠം. വചനം മറക്കരുത്. ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. സർവശക്തൻ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നന്ദി.